Okay, hello and welcome to One Academy. Welcome to our daily news analysis. So today we are going to discuss important articles from the Hindu newspaper on 13th August 2025. Moving on to first article from the front page, retail inflation in India plunges to 8-year low of 1.55% in July 2025. So GS paper 3, Economy and Agriculture, and GS paper 2, Governance and Policy ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിന്റെ വളരെ ക്രക്സ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ മാർക്കറ്റിലുള്ള പണപ്പെരുപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫിനോമിന ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും പണപ്പെരുപ്പം വളരെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു നോർമൽ കണ്ടീഷൻസിൽ ഇപ്പം 100 രൂപക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 രൂപക്കാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതേ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ലഭിക്കും. ഓക്കെ, അത്രത്തോളം നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യ റേറ്റൽ ഇൻഫ്ലേഷൻ ഫെൽ ഷാർപ്ലി ടു 1.55% in July 2025. That it's the lowest level since June 2017. അതായത് കോവിഡ് ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പണപ്പെരുപ്പൊക്കെ വളരെ രീതിയിൽ വലിയ ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം 2017 ജൂണിന് ശേഷം ഇന്ത്യ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവൻ തോ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2% മുതൽ 6% വരെയാണ്. ബട്ട് നമ്മൾ അതിനേക്കാൾ കുറവ് ഇൻഫ്ലേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം. നമുക്കൊരു മാർക്കറ്റിലേക്ക് കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ത് ചെയ്യും? റേറ്റ് കുറയും, അല്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരുപാട് നിങ്ങൾക്ക് ഒരു സീസണൊക്കെ ആവുന്ന സമയത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്റ്റുകളുടെ വില കുറയുന്ന കാണാൻ പറ്റും സീസൺ ടൈമിലൊക്കെ. അപ്പോൾ അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് അത് നമുക്ക് കസ്റ്റമേഴ്സിന് വാങ്ങാൻ സാധിക്കും. ഇല്ല, ആ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് സംഭവിക്കും? ആ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ഇൻഫ്ലേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ലോവസ്റ്റിലേക്ക് പോയിട്ടുള്ളത്? ഓക്കെ, ഇത് ബേസിക്കലി നമുക്കൊരു പോസിറ്റീവ് ആണ് ഇന്ത്യൻ എക്കണോമിക്ക്. സോ എന്താ അതിന്റെ ഡ്രൈവേഴ്സ്? ദ സ്റ്റീപ്പ് റിഡക്ഷൻ ഇൻ ഇൻഫ്ലേഷൻ വാസ് പ്രൈമറിലി ഡ്യൂ ടു ഡിഫ്ലേഷൻ ഇൻ ഫുഡ് പ്രൈസസ്. അതായത് ഫുഡ് പ്രൈസസിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഫുഡ് ഇൻഫ്ലേഷൻ ഏകദേശം -1.76ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോവസ്റ്റ് സിൻസ് 2019, 2019 ശേഷം നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൾസസ്, വെജിറ്റബിൾസ്, സെരിയൽസ്, ഷുഗർ, എഗ്സ് ആൻഡ് എഡ്യൂക്കേഷൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ റേറ്റ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഇൻഫ്ലേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. അതായത് മാർക്കറ്റിലേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു ടൊമാറ്റോ എടുക്കാം. ഓക്കെ, 1 kg ടൊമാറ്റോ. ഓക്കെ, 1 kg ടൊമാറ്റോ മാർക്കറ്റിലേക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് kg 100 rupees ആയിരുന്നു. ഓക്കെ, ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ 1 kg ടൊമാറ്റോന് എത്ര രൂപ കൊടുക്കാം? 10 രൂപക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 10 രൂപക്ക് നമുക്ക് 1 kg ടൊമാറ്റോ നമുക്ക് വാങ്ങാൻ സാധിക്കും. സോ ഈ ഒരു കണ്ടീഷനാണ് നിലവിലുള്ളത്. മുന്നേ നമുക്ക് 1 kg ടൊമാറ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ 100 rupees നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് ഇവിടുത്തെ കണ്ടീഷൻസിൽ ഒരു 10 രൂപ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അത്രത്തോളം ലോവസ്റ്റ് ഇൻഫ്ലേഷനിൽ എത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിനും മാർക്കറ്റിനും വളരെ ബെനിഫിഷ്യൽ ആയുള്ള കണ്ടീഷനിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അതിന്റെ മെയിൻ റീസൺസ് ആണ് പറഞ്ഞത് നമ്മുടെ പൾസസിന്റെയും വെജിറ്റബിൾസിന്റെയും സെരിയൽസിന്റെയും ഷുഗറിന്റെയും എക്സിന്റെയും എഡ്യൂക്കേഷന്റെ ഒക്കെ റേറ്റ് കുറഞ്ഞതിന്റെ കാരണം. Okay, broad-based relief. The decline marks 9 consecutive months of easing inflation, indicating a sustained trend in price stability and offering significant relief to consumers, especially the lower and middle income groups most affected by price volatility. അപ്പം ഈ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷന്റെ ഡിക്ലൈൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആർക്കായിരിക്കും? ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്, അതായത് ലോ ഇൻകം ഫാമിലീസിനായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ബിക്കോസ് അവരുടെ കയ്യിലാണ് കുറഞ്ഞ പൈസ ഉണ്ടാകുന്നത്. കുറഞ്ഞ പൈസക്ക് അവർക്ക് ആവശ്യമായുള്ള പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരാണ് കൂടുതലും എന്താണ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ അവർ കുറച്ച് കാലങ്ങളായിട്ട് പ്രൈസ് വോളറ്റിലിറ്റി, കാരണം നമുക്കൊരു 1 kg ഒരു എന്താണ് ടൊമാറ്റോ ഒനിയൻ ഒക്കെ വാങ്ങുന്ന സമയത്തൊക്കെ അതിന്റെ റേറ്റ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി മിഡിൽ ഇൻകം ഫാമിലീസിന് വാങ്ങാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോവസ്റ്റ് എന്തിനുള്ള വന്നിട്ടുള്ളത്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇനി റൂറൽ വേഴ്സസ് അർബൻ ഇൻഫ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയയിൽ ഗ്രാമങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.18%-ലാണ് നമ്മുടെ റൂറൽ ഇൻഫ്ലേഷൻ ഉള്ളത്. ഇവിടുത്തെ അത് നമ്മുടെ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന 2%-നെക്കാട്ടും കുറവാണ്. ഓക്കെ, അർബൻ ഇൻഫ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.05% ആണ്. അതായത് 2.56% നിന്ന്
0.5% എത്തിയിരിക്കുകയാണ് നമ്മുടെ അർബൻ ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ റൂറൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും 1.72 നിന്ന് 1.18 കുറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് RBI പറഞ്ഞിട്ടുള്ള 2% to 6% ആണ്. ഇതിലേക്കാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാർക്കറ്റ് വളരെ സഫീഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. 6% കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ ടൊമാറ്റോ വാങ്ങുന്ന ചിലപ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ കുറവാണ് നമുക്ക് നിലവിൽ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, disinflationary influences. This favorable base effect and strong crop harvest supported by good monsoon season played a vital role in stabilizing prices. അപ്പോൾ ഇതിന്റെ മെയിൻ ഡ്രൈവേഴ്സ് ഞാൻ പറഞ്ഞു, വെജിറ്റബിൾസിന്റെ ഒക്കെ റേറ്റ് കുറവാണ്. റേറ്റ് കുറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുള്ളത്. ബട്ട് എന്താണ് ഫേവറബിൾ കണ്ടീഷൻ? നമുക്ക് നല്ലൊരു മൺസൂൺ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്രോപ്പ് ഹാർവെസ്റ്റിംഗ്. ദാറ്റ് മീൻസ് നമുക്ക് ക്രോപ്സ് ഹാർവെസ്റ്റിംഗ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മൺസൂൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈൽഡ്, വെജിറ്റബിൾസിൽ നിന്ന് നല്ല രീതിയിൽ ഈൽഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പ്രൈസ് ഇത്തരം കുറഞ്ഞ പ്രൈസിൽ നമുക്ക് വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കാരിഫ് സോയിങ്. ഓക്കെ, കാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്പിംഗ് സീസൺ ആണ്. കാരിഫ്, റാബി, സെയ്ദ് എന്ന് പറഞ്ഞിരിക്കുന്ന വിളകളൊക്കെ ഉണ്ട്. നമുക്കത് അഗ്രികൾച്ചർ ജോഗ്രഫി വരുന്ന സമയത്ത് പഠിക്കാം. ഇനി പോളിസി ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗവൺമെന്റ് സപ്പോർട്ട്? RBI അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് നൽകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ, അതായത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമി എത്തുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാതെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈക്കൊണ്ടത്. അത് ഈ 2 കാരണങ്ങളാണ് നമ്മളെ പോളിസി ഇംപ്ലിക്കേഷൻസിൽ ഇൻഫ്ലേഷൻ കുറയാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കാറ്റഗറി വൈസ് ഇവൻ ദോ ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ് നമുക്ക് ഒരുപാടുണ്ട് അല്ലെ. റീസെന്റ് ആയിട്ടുള്ള സാങ്ഷൻസുകൾ US ഏർപ്പെടുത്തിയ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ ട്രേഡിംഗിൽ ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കാം. പ്രൈസ് വോളറ്റിലിറ്റി വരാം മാർക്കറ്റിൽ. എന്നിരുന്നാൽ പോലും നമ്മുടെ ലോവസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റിലാണ് നിലവിൽ ഇന്ത്യ നിൽക്കുന്നത്. ഇനി കാറ്റഗറി വൈസ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ഫുഡ് ഐറ്റംസ് അല്ലാതെ തന്നെ ഇൻഫ്ലേഷൻ ഈസ്ഡ് ഓർ സ്റ്റഡി ഇൻ കാറ്റഗറീസ് ലൈക്ക് പാൻ, ടൊബാക്കോ, ക്ലോത്തിങ് ആൻഡ് ഫുഡ്വെയർ, ഹൗസിംഗ്, ഫ്യൂവൽ, ലൈറ്റ്. സോ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റേറ്റ് വളരെ കുറവായിട്ടുണ്ടായിരുന്നു. ബട്ട് സം കാറ്റഗറീസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ പ്രൈസ് കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എസെൻഷ്യൽ ആയിട്ടുള്ള പാൻ, ടൊബാക്കോ, ക്ലോത്തിങ്, ഫുഡ്വെയർ, ഹൗസിംഗ്, ഫ്യൂവൽ, ലൈറ്റ്, അതുപോലെ തന്നെ ഫുഡ് പ്രൈസസ്, വെജിറ്റബിൾസ്, എഡ്യൂക്കേഷൻ്റെ ഒക്കെ റേറ്റ് കുറഞ്ഞതാണ് നമ്മുടെ ഇൻഫ്ലേഷൻ കുറയാനുള്ള കാരണം. ഓക്കെ, the statistical high base. Economists note that a higher statistical base from previous years has also helped keep the inflation figures low, with expectation that this trend will continue in coming months. അപ്പം എക്കണോമിസ്റ്റ് ഒക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഇനിയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ആ ഒരു പേസിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് ചാലഞ്ചസുകൾ എന്താണ്? ഇൻ ടോട്ടൽ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മേ ഫേസ് അപ്സൈഡ് റിസ്ക് ടു ഇൻഫ്ലേഷൻ if it is not forced to diversify crude oil imports or confront tariff-linked trade shocks from the US. അപ്പോൾ ഇന്ത്യ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മൾ റഷ്യയുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പം റഷ്യയുമായിട്ട് ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന്റെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം US എന്ത് സംഭവിക്കും? താരിഫ് ഏർപ്പെടുത്തുക. നമ്മുടെ പ്രൊഡക്റ്റിന് US ഇറക്കുവാൻ ചെയ്യുമ്പോൾ താരിഫുകളോ അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസുകളോ കൊണ്ടുവരും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്കയിൽ മാർക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കില്ല. നമുക്ക് എക്സ്പോർട്ട് നമുക്ക് കുറയും. വീണ്ടും നമ്മുടെ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യത ഉണ്ടായിരിക്കും. ബട്ട് ഈ ഒരു കണ്ടീഷൻ നിലവിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ കുറവാണ്. ബിക്കോസ് ഒരു സ്റ്റഡി കമ്മോഡിറ്റി പ്രൈസ് ആൻഡ് സ്ട്രാറ്റജിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റും കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി ഇന്ത്യ മേ ബി ഫേസ് ഇൻ ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് ഈ ഒരു റിസ്ക്, ഇൻഫ്ലേഷനിലെ റിസ്ക് മേ ബി ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാം. കാരണം നമ്മൾ US ഒരു താരിഫും പോളിസികളിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ റേറ്റും ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അത്രയുമാണ് ആ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഡീബങ്കിങ് ദ മിത്ത് ഓഫ് ജോബ് ക്രിയേഷൻ. സോ ഈ ആർട്ടിക്കിൾസിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ന്യൂസ് ഓഫ് ദ ഡേ ആയിട്ട് വേണമെങ്കിൽ ദ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് ELI സ്കീമിനെ പറ്റി നിങ്ങൾ എഴുതാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദാറ്റ് മീൻസ് നമ്മളൊരു എക്സ് എന്ന് പറയുന്ന കമ്പനി, ഈ ഒരു കമ്പനി ഒരാളെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് നൽകും? ഗവൺമെന്റ് ഈ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്ത് സ്കില്ല് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് ഒരു
ഇൻസെന്റീവ് നൽകും. ആർക്ക്? എംപ്ലോയർക്ക് അല്ല കമ്പനിക്ക് ഒരു ഇൻസെന്റീവ് നൽകും. ഓക്കെ, നമ്മൾ എത്രത്തോളം എംപ്ലോയീസിനെ ഞാൻ കൂടുതൽ, ഇപ്പൊ ഞാനൊരു കമ്പനി നടത്തുന്നു, എത്രത്തോളം എംപ്ലോയീസിനെ ഞാൻ കൂടുതൽ എടുക്കുന്നു അത്രത്തോളം ഗവൺമെന്റ് എനിക്ക് ഇൻസെന്റീവൈസ് തരും. ഓക്കെ, അതാണ് ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. Okay, Employment Linked Incentive Scheme was approved by the Indian government on July 1st, 2025 with budget outlay of 99,000 crores. 99,000 കോടിയുടെ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 crore ന്യൂ ജോബ്സ്. അതായത് ഒരു ഗവൺമെന്റ് ഒരു എംപ്ലോയറിനോട് പറയാം, ഒരു കമ്പനിയോട് പറയാണ്, നിങ്ങൾ ആളുകളെ എടുത്തോളൂ, ഗവൺമെന്റ് നിങ്ങൾക്ക് ഇൻസെന്റീവ് തരും എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും? ആ എംപ്ലോയർ മാക്സിമം റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിക്കും, അല്ലെ? ഒരു ഇൻസെന്റീവ്സ് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം മാക്സിമം റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് മാക്സിമം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻ ഫ്യൂച്ചർ ലഭിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, സോ ജനറേറ്റ് ഓവർ 3.5 crore ന്യൂ ജോബ്സ് പർട്ടിക്കുലർ ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. അപ്പൊ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? പെർട്ടിക്കുലർ ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ. മാനുഫാക്ചറിംഗ് സെക്ടറിൽ മാത്രമാണ് ഈ ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. ബിറ്റ്വീൻ 2025 to 2027 വരെയുള്ള കാലയളവിൽ 3.5 കോടി പുതിയ ജോബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. The scheme is designed with direct financial incentives for hiring first-time employees and providing benefits to employers, focusing on formalization and inclusion under the social security mechanism like EPFO. ഓക്കെ, അപ്പൊ ഈ സ്കീം മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെന്റിവൈസ് ചെയ്യാം ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റ് പബ്ലിക് കമ്പനികളെ കൊണ്ട് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഫോർമലൈസേഷൻ പാറ്റേൺ, അത് ചുമ്മാ ആളുകളെ ഹയർ ചെയ്യുന്നതല്ല, എത്ര പേരെ ഹയർ ചെയ്യുന്നു, എത്രത്തോളം സാലറി കൊടുക്കുന്നു, ഒരു വേജ് ഗ്യാപ്പുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊരു കണ്ടീഷൻസ്, ഒരു ഫോർമലൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സ്കീം ഉപയോഗിക്കാം. ഇനി പോളിസി ക്രിട്ടിക് ആൻഡ് ലേബർ മാർക്കറ്റ് റിയാലിറ്റീസ്. അപ്പം ഇതിന്റെ ഈ പോളിസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ ലേബർ മാർക്കറ്റ് എങ്ങനെയാണ്? അപ്പൊ നമുക്കറിയാം ഫോർമൽ ജോബ്സ് ഉണ്ട്, നമുക്ക് ഇൻഫോർമൽ ജോബ്സ് ഉണ്ട്. ഫോർമൽ ജോബ്സ് ഫോർ എക്സാമ്പിൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫോർമൽ ജോബ് എന്ന് പറയാം. ബട്ട് ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫോർമൽ ജോബ്സ് എന്ന് പറയാം. അപ്പൊ നോർമലി നമ്മുടെ ജോബ് മാർക്കറ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ജോബ് മാർക്കറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. The ELI scheme is criticized for overlooking deep-seated labor market issues such as capital labor asymmetries, the divide between formal and informal sectors, and mismatch between job availability and employability skill. അതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ മിസ്മാച്ച് വരാം, ഒരു ഡിവിഷൻ വരാം. ഇനി മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറയുന്നത് ഫോർമൽ സെക്ടർ ആണ്. ഓക്കെ, ഈ ഫോർമൽ സെക്ടറിലേക്ക് മാത്രമാണ്, അല്ല ആ ഒരു സെക്ടറിലേക്ക് മാത്രമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് നൽകുന്നതെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഫോർമൽ സെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റിലോ അല്ലെങ്കിൽ ഫോർമൽ സെക്ടേഴ്സിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് നമുക്ക് ELI എന്ന് പറഞ്ഞിരിക്കുന്ന സ്കീംസ് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 39 കോടി ആളുകൾ വർക്കിംഗ് പീപ്പിൾസിന്റെ അകത്ത് ഏകദേശം 47 crores ഓഫ് ഇന്ത്യൻ വർക്കേഴ്സിന്റെ അകത്ത് 39 കോടി ആളുകളും വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഇൻഫോർമൽ ജോബ് സെക്ടേഴ്സിലാണ്. ഓക്കെ, ഏകദേശം 8 കോടി ആളുകൾ മാത്രമാണ് ഫോർമൽ ജോബ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 39 കോടി ആളുകളും എവിടെ വർക്ക് ചെയ്യുന്നത്? ഇൻഫോർമൽ ജോബ്സിലാണ്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ എന്താണ് വഴി ഏരിയയിൽ കച്ചവടം ആയിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആയിരിക്കാം, തുടങ്ങിയിരിക്കുന്നതിന് നമ്മൾ ഇൻഫോർമൽ ആക്ടിവിറ്റീസ് പറയുന്നത്. പക്ഷേ ഗവൺമെന്റ് ഈ സ്കീം നൽകുന്നത് എവിടെയാണ്? ഫോർമൽ സെക്ടേഴ്സിലേക്കാണ്. ദാറ്റ് മീൻസ് ഈ ഒരു മാനുഫാക്ചറിംഗ് പോലത്തെ സെക്ടർ, അതായത് 8 കോടി ആളുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന ലെവലിൽ മാത്രമേ ഉള്ളൂ. കൂടുതലും ആളുകൾ 39 കോടി ആളുകൾ എവിടെയുള്ളത്? ലോ സ്കിൽഡ് ഇൻഫോർമൽ സെക്ടറിലുള്ള. അപ്പൊ ഇൻഫോർമൽ സെക്ടറിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു ഡിവൈഡ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിലേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജോബ് സെക്യൂരിറ്റി, സോഷ്യൽ പ്രൊട്ടക്ഷൻ ഒക്കെ നൽകാൻ ഈ ഒരു സ്കീം കൊണ്ട് സാധിക്കില്ല, അല്ലെ? ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കർഷകന് ഇതിനെ കൊണ്ട് ജോബ് സെക്യൂരിറ്റി നൽകാൻ പറ്റുമോ, അല്ലെങ്കിൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റുമോ? ഒന്നും സാധിക്കില്ല. Only 51.25% of graduates are deemed employable, exposing persistent skill gap. അതായത് ഓൾറെഡി ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന, ഇന്ത്യയിൽ മൊത്തം ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അതിൽ 51.25% ആളുകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് ഗ്രാജുവേറ്റ്സ് ആയിട്ടാണെങ്കിൽ പോലും അവർക്ക് ജോബ് ലഭിക്കുന്നില്ല. എന്താണ് അവിടെ കാണിക്കുന്നത്? അവർക്ക് ആ ജോബ് ചെയ്യാൻ ആവശ്യമായുള്ള സ്കില്ലില്ല. അതുകൊണ്ടാണ് അവരെ പല കമ്പനീസും ഹയർ ചെയ്യാത്തത്. അപ്പം ഒരു വളരെ വലിയ സ്കിൽ ഗ്യാപ്പുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഫോർമലി ആ ഒരു ആളുകൾക്ക് എങ്ങോട്ടേക്ക് പോകും? ഇൻഫോർമൽ സെക്ടറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അത്തരം ആളുകൾ ഇൻഫോർമൽ സെക്ടറിലേക്കാണ് പോവുക. ഇനി സെക്ടറൽ ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് okay, special focus on manufacturing does not align with ground realities. Agriculture employment has increased to 46.1% by 2023 and 24. അതായത് മാനുഫാക്ചറിംഗ് സെക്ടർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല.
എന്തുകൂടി ഫോക്കസ് ചെയ്യണം? അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് ഏരിയസിലും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 2023-24 കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 46.1% എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അഗ്രികൾച്ചർ സെക്ടറിൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അഗ്രികൾച്ചർ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻഫോർമൽ സെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇപ്പം ELI സ്കീം പ്രകാരം ഫോക്കസ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് സെക്ടർ ആവട്ടെ, അവിടെ ജോബ് സ്റ്റാഗ്നേറ്റഡ് ആണ്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി സ്റ്റാഗ്നേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, then incentivizing manufacturing may further marginalize informal sector workers and reinforce dual labor market structure. അതായത് വീണ്ടും ഈ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർമൽ സെക്ടർ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിന് ഇൻസെന്റീവ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് സംഭവിക്കും, ഇൻഫോർമൽ സെക്ടേഴ്സിലെ ആളുകളെ വീണ്ടും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്യുവൽ മാർക്കറ്റിംഗ് സിസ്റ്റം, ദാറ്റ് മീൻസ് ഫോർമൽ സെക്ടറിലെ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരൊരു ഇൻകം ഇൻഇക്വാലിറ്റീസ് വരും. അതിന് സോഷ്യോ എക്കണോമിക് എക്സ്പ്രഷൻ നോക്കാൻ എന്താണ്? The scheme may reinforce the bargaining power of employees, potentially worsening existing wage gaps. അപ്പോൾ ഈ സ്കീം കൊണ്ട് എംപ്ലോയീസിന് ഒരു ബാർഗൈനിങ് പവർ കിട്ടും അല്ലേ? എംപ്ലോയീസ് പറയുന്നു, ഓക്കെ ഞാൻ എൻ്റെ കമ്പനിയിൽ 10 പേര് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 10 പേർക്കും സ്കില്ല് ഉണ്ടായിരുന്നില്ല, ഞാനാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ഇൻസെന്റീവ്സ് വേണമെന്ന് പറയുന്നത്. അപ്പം ആർക്കാണ് ബാർഗൈനിങ് പവർ കൊടുക്കുന്നത്? എംപ്ലോയീസിന് ബാർഗൈനിങ് പവർ കൂടും, ഗവൺമെന്റിനോട് ബാർഗൈൻ ചെയ്യും, എനിക്ക് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പർട്ടിക്കുലർലി ഫോർ ഇൻഫോർമൽ ആൻഡ് ലോ സ്കിൽഡ് വർക്കേഴ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്കീം ബെനിഫിറ്റ്സ്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിലുള്ളതോ അല്ലെങ്കിൽ ലോ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സോ ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി ഹൈ സ്കിൽ വർക്കേഴ്സ് ഏൺ സിഗ്നിഫിക്കന്റ്ലി മോർ ദൻ ദർ ലോ സ്കിൽ കൗണ്ടർ പാർട്സ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? നല്ല സ്കില്ലുള്ള ആൾക്കാരായിരിക്കും ഫോർമൽ സെക്ടറിൽ വരുന്നത്. അവർക്ക് വീണ്ടും ഇൻസെന്റീവ്സ് നൽകുന്നു, നല്ല സാലറി കൊടുക്കുന്നു, ഓട്ടോമാറ്റിക് അവരുടെ സാലറി കൂടുന്നു. ലോ സ്കില്ലിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാലറി വളരെ കുറയും. ഇപ്പോൾ വളരെ വലിയൊരു ഏജ് ഗ്യാപ്പാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു വേജ് ഗ്യാപ്പാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റീസ് വീണ്ടും അവിടെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാമിലൂടെ. ഇനി challenges to transition productivity. The scheme focus on formal sector jobs does little to address the larger informal sector and may encourage the relabeling of existing jobs as new employment for subsidy purpose without creating actual new jobs. Okay, challenges to transition productivity. The scheme focused on formal sector jobs does do little to address the larger informal sector. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻഫോർമൽ സെക്ടറിൽ ജോബുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുന്നില്ല ഈ ഒരു പ്രോഗ്രാം. ഇനി മാനുഫാക്ചറിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ്. While India's manufacturing PMI hit record high with the job creation spikes, the majority of new jobs remain in agriculture and informal service. ഇനി ഇന്ത്യയുടെ മാത്രം എന്താണ് ഒരു ജോബ് ക്രിയേഷൻ ഏതാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ക്രിയേഷൻ കൂടുതൽ വരുന്ന എവിടെയാണ്? അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഇൻഫോർമൽ സർവീസസിൽ മാത്രമാണ് ജോബ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫോർമൽ സെക്ടേഴ്സിലുള്ള ജോബ് കൂടുന്നില്ല, ഒന്നുകിൽ ജോബ് സ്റ്റാഗ്നേറ്റഡ് ആണ് അല്ലെങ്കിൽ ജോബ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിലാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ ജോബ് വരുന്നത്. എന്നിരുന്നാൽ പോലും ഇവർ ഗവൺമെന്റ് ആയിരിക്കാണ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്? ഫോർമൽ സെക്ടർ ജോബ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്കണോമിക് സർവേ റീസെന്റ് ആയിട്ടുള്ള പബ്ലിഷ് ചെയ്തിരിക്കുന്ന എക്കണോമിക് സർവേ പോലും ഹൈലൈറ്റ് ചെയ്ത കാര്യമുണ്ടായിരുന്നു. ഒരു വർക്ക് ഫോഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു മാനുഫാക്ചർ സർവീസിലേക്കും, ദാറ്റ് മീൻസ് നമ്മുടെ ഒരു വർക്ക് ഫോഴ്സ് കംപ്ലീറ്റ്ലി അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ സെക്ടേഴ്സ് ആ സെക്ടറെ താണുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സജസ്റ്റഡ് ആയിട്ടുള്ള പോളിസി ആൾട്ടർനേറ്റീവ്സ് ആസ് എ വേ ഫോർവേഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Emphasize skilling, vocational training, social security and robust state support for the informal sector alongside formal job creation. അപ്പോൾ ഫോർമൽ ജോബ്സ് ക്രിയേറ്റ് ആയിക്കോട്ടെ, ഇൻസെന്റീവ്സ് ഒക്കെ നൽകിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് അതിന്റെ പാരലായിട്ട് നമുക്ക് എന്തും വേണം? ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യണം. റോബസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം. ഇത്തരം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള പോളിസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്കീമൊക്കെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ELI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ നെക്സ്റ്റ് ആർട്ടിക്കിൾ. ക്ലിയറിംഗ് ദ മിത്സ്, recognize organ donation as a lifeline. GSF 2 governance, social justice, GSF 3 social science and technology, health, and GSF 2 and 3 welfare schemes and awareness. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇന്ത്യയിൽ ഈ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിനകത്ത് നൽകുന്ന ഒരു മിത്താണ് പറയുന്നത്.
Organ transplantation is a major medical achievement regarded as the lifeline for patients with terminal organ failure. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ആ ഒരാളെ നമുക്ക് എന്താണ് റിവൈവ് ചെയ്യാൻ സാധിക്കും. More than 500,000 lives in India are lost annually due to lack of available donor organs. അത് ഏകദേശം ഒരു 500,000 ആളുകളോളം ഇന്ത്യയിൽ മരണപ്പെടുകയാണ്. എന്തുകൊണ്ട്? പ്രോപ്പർ ആയിട്ടുള്ള ഓർഗൻസ് അവർക്ക് ലഭിക്കാത്തതുകൊണ്ട്. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചാണ്. ഇനി നമ്മുടെ ഓർഗൻ ഡൊണേഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013 4,990 ഓർഗൻസ് മാത്രം ഇയർലി ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് 2024 സമയത്ത് 18,911 ഓർഗൻസ് ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുള്ളത്. വിത്ത് 13,476 കിഡ്നി ആൻഡ് 4,901 ലിവർ ട്രാൻസ്പ്ലാന്റ് പെർഫോം ഇൻ 2024 ആണ്. അതായത് 13,476 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും 4,901 ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രം 2024 മാത്രം നമ്മൾ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാൽ പോലും ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ ഗ്രോത്ത് വളരെ കൂടുതലാണ്. 2013 4,000 നിന്ന് 2024 സമയത്ത് 18,000 എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യസ് ഓർഗൻ ഡൊണേഷൻ റേറ്റ് റിമെയിൻസ് ലോ. ദാറ്റ് മീൻസ് 1 per million പോപ്പുലേഷൻ. അതായത് ഒരു മില്യൺ പോപ്പുലേഷൻ്റെ അകത്ത് ഒരാൾ മാത്രമേ എന്താണ് ഈ ഒരു ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മറ്റ് കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മില്യൺ ആളുകൾ 48 പേരാണ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നത്. സ്പെയിൻ നോക്കുകയാണെങ്കിൽ 48 പേര് പെർ മില്യൺ ആണ്. ഇനി ക്രൊയേഷ്യയിൽ നോക്കുകയാണെങ്കിൽ 36 പേരാണ്. US നോക്കുകയാണെങ്കിൽ 26 പേരാണ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ കണ്ടീഷൻ എന്താണ്? 1 മില്യൺ ആളുകൾക്ക് ഒരാളാണ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഇതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പൊ ജെൻഡർ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ വുമൻസ് ആണ് കൂടുതലും ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് മെന്നിനേക്കാൾ കൂടുതലും. ഓക്കെ, ബട്ട് ദ നമ്പർ ഓഫ് ഡിസീസ്ഡ് ഡോണേഴ്സ് റിമെയിൻസ് എക്സ്ട്രീംലി ലോ കമ്പയർഡ് ടു നാഷണൽ നീഡ്. അപ്പം വുമൻസ് കൂടുതലും ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് വുമൻസ് ആണെങ്കിൽ പോലും ഡിസീസ്ഡ് ഡോണേഴ്സ്, ദാറ്റ് മീൻസ് ഈ ഡോണേഴ്സ് ആയിട്ടുള്ളത് വുമൻസ് ആണ്. പക്ഷെ വുമൻസ് മരണപ്പെടുന്നത് ഇന്ത്യയിലെ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഓർഗൻസ് നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ബാരിയേഴ്സ് ആൻഡ് മിത്ത്, എന്തുകൊണ്ടാണ് ഇതിനൊരു ബാരിയേഴ്സ്, ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷനിലെ ബാരിയേഴ്സ് നമ്മുടെ ഇടയിലുള്ള മിത്ത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡീപ് റൂട്ടഡ് മിത്ത് ആൻഡ് മിസ്കൺസെപ്ഷൻ ഡിറ്റർ ഫാമിലീസ് ഫ്രം കൺസെന്റിങ് ടു ഡൊണേറ്റ് ഓർഗൻസ് ടു ദർ ലവ്ഡ് വൺസ് ആഫ്റ്റർ ഡെത്ത്. അപ്പൊ ഈ ഒരു ഓർഗൻ ഡൊണേഷനകത്തുള്ള മിസ്കൺസെപ്ഷൻസ് ആണ് ആളുകൾക്കിടയിലുള്ള മിസ്കൺസെപ്ഷൻ. ഒന്ന്, ഫാമിലീസിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ അവനെ അനുവദിക്കില്ല. കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബോഡിയിലെ ഡിസ്ഫിഗർമെന്റ് വരാം, അതായത് ബോഡി ഡിസ്ഫിഗർമെന്റ് വരാൻ സാധ്യത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ടാബൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂണറൽ റൈറ്റ്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ വൈഡ് സ്പ്രെഡ് ലാക്ക് ഓഫ് അവയർനെസ് ഫ്യൂൽ റിലക്റ്റൻസ് ലീഡിങ് ടു പ്രിവെന്റബിൾ ഫാറ്റലിറ്റീസ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി. അതായത് ഈ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അതായത് നിങ്ങൾ മരണത്തിന് ശേഷം നിങ്ങളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു അവയർനെസ് ആളുകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റലിറ്റി അല്ലെങ്കിൽ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡോണേഴ്സിന് ലഭിക്കാത്തതുകൊണ്ട്. ഓക്കെ, ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക്. ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ഓഫ് 1994 ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡോക്യുമെന്റേഷൻ പറഞ്ഞ കാര്യം, ഒരു മെഡിക്കൽ ക്രൈറ്റീരിയ വേണം, എത്തിക്കൽ സ്റ്റാൻഡേർഡ് വേണം. ദാറ്റ് മീൻസ് ഓർഗൻ ഡൊണേഷൻ വരുന്ന സമയത്ത് ചുമ്മാ ഡൊണേറ്റ് ചെയ്യുന്നില്ല, വളരെ വ്യക്തമായിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നോട്ടോ, അതുപോലെ തന്നെ റീജിയണൽ റോട്ടോ ആൻഡ് സ്റ്റേറ്റ് സോട്ടോ തുടങ്ങിയിരിക്കുന്ന ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് അതിന്റെ കോർഡിനേറ്റഡ് എഫേർട്ട് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ബൈ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം. ഇതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് പല ഓർഗനൈസേഷൻസിനും ഈ ട്രാൻസ്പ്ലാന്റേഷൻ കുറച്ച് എത്തിക്കലായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുണ്ടെന്നുള്ള ഒരു പ്രോപ്പർ പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യാറുണ്ട്. ഇനി അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ്. ദ ഗവൺമെന്റ് റൺസ് മന്ത് ലോങ് ക്യാമ്പയിൻസ്, വെബിനാർസ്, വർക്ക്ഷോപ്പ്, സ്കൂൾ അവയർനെസ് ഡ്രൈവ്സ് ആൻഡ് പബ്ലിക് ഇവന്റ്സ്. ദാറ്റ് മീൻസ് August 3 നമ്മൾ ഡേ ഒബ്സർവ് ചെയ്യുന്നത് അങ്കദാൻ ജീവൻ സഞ്ജീവനി അഭിയാൻ തുടങ്ങിയിരിക്കുന്ന ഒരു മോട്ടോ വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഡോണേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. വേൾഡ് ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻ ഡേ ആയിട്ടാണ് August 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ഗവൺമെന്റ് ഒരുപാട് തരത്തിലുള്ള ക്യാമ്പയിൻസുകൾ ആയിക്കോട്ടെ, വെബിനാർ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പുകൾ ആയിക്കോട്ടെ, സ്കൂൾ അവയർനെസ് ഡ്രൈവ്സ് ആയിക്കോട്ടെ തുടങ്ങിയതിലൂടെ ഓർഗൻ ഡൊണേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യാറുണ്ട്. Non-governmental organization, media and education institutions have joined in sessions in school, outreach activities and quiz competition target youth and families. ഫാമിലീസിനെയും യൂത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മെഡിക്കൽ ആൻഡ് എത്തിക്കൽ പ്രോട്ടോകോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
Declaration of brain death is carefully documented multi-layer clinical process involving strict ethical and medical standards. അതായത് നോർമലി ഈ ഒരു ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഈ ബ്രെയിൻ ഡെത്ത് ഒക്കെ നടക്കുന്ന ആളുകളിലാണ്. ഇപ്പൊ ബ്രെയിൻ ഡെത്ത് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ഓർഗൻസ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ബ്രെയിൻ ഡെത്തുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അത് വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഇതാണ് ഒരു മെഡിക്കൽ ആൻഡ് എത്തിക്കൽ പ്രോട്ടോകോൾ പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രെയിൻ ഡെത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക, ഒരുപാട് മൾട്ടി ലെയർ ക്ലിനിക്കൽ പ്രോസസ്സിലൂടെ അത് ഉറപ്പിക്കുക. ഓക്കെ, ഇത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ഇനി നിങ്ങൾക്ക് ഓർഗൻസ് എടുക്കാം എന്നുള്ള കണ്ടീഷൻസിലേക്ക്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. അതായത് ഡിസ്ഫിഗർമെന്റ് ഒന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ടുവരണം. എവരി എലിജിബിൾ അഡൽറ്റ് ക്യാൻ ബി എ ഡോണർ. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള അഡൽറ്റ് കാറ്റഗറിയിലെ ആളുകൾക്കാണെങ്കിൽ ഒരു ഡോണർ ആവാം. പ്രൊവൈഡ് പ്രോപ്പർ കൺസേൺ ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ് സെക്യൂർഡ്. അതായത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡോണറായിട്ട് പറയാം, ഞാൻ കൺസേൺ നൽകുകയാണ്, ഡോക്യുമെന്റേഷൻ നൽകുകയാണ്. ഓക്കെ, എന്റെ മരണശേഷം എന്റെ അവയവങ്ങൾ ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എലിജിബിൾ ആയിട്ടുള്ള അഡൽറ്റ് കാൻഡിഡേറ്റ് ആണ് ഞാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ഡോണറായിട്ട് മാറാം. ഇനി ഫോസ്റ്ററിംഗ് പബ്ലിക് കോൺഫിഡൻസ്. റെക്കമെൻഡേഷൻ ഇൻക്ലൂഡ് പ്രിസ്യൂംഡ് കൺസെന്റ്. ദാറ്റ് മീൻസ് പ്രിസ്യൂംഡ് കൺസെന്റ് ആവശ്യമില്ല. അത് മരണത്തിന് മുന്നേ നമ്മൾ പറയണം, ഓക്കെ ഞാൻ എൻ്റെ മരണശേഷം ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. As practiced in Spain and Croatia and robust regulatory oversight to safeguard ethical practice. അതൊരു എത്തിക്കൽ പ്രാക്ടീസ് പറയുന്നത് എൻ്റെ ശരീരം ഓക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഞാൻ ഓൾറെഡി കൺസെന്റ് നൽകണം. ട്രെയിനിങ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് എനേബിൾ കമ്പാഷനേറ്റ് ഫാക്ച്വൽ ഡയലോഗ് വിത്ത് ഫാമിലീസ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആർക്ക് നൽകണം, ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നൽകണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻസ് ഓക്കെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് ഇൻ ചാരിറ്റി. ഇത് ഓഫ് കോഴ്സ് ഇതൊരു ചാരിറ്റി പ്രോസസ് ആണ്. ഓർഗൻ ഡൊണേഷൻ ഈസ് അൾട്ടിമേറ്റ്ലി ആൻ ആക്ട് ഓഫ് ചാരിറ്റി ആൻഡ് ഹീറോയിസം. ഈച്ച് ഡോണർ ക്യാൻ അപ് ടു സേവ് 8 ലൈഫ്സ്. അതായത് ഒരാൾക്ക് ഏകദേശം 8ഓളം ജീവനുകളെ രക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സസ്റ്റൈൻഡ് എഫേർട്ട് എയിം ടു ഇന്റഗ്രേറ്റ് അവയർനെസ് ഇൻ ടു സ്കൂൾ കരിക്കുല ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ടു ചേഞ്ച് സൊസൈറ്റൽ പെർസ്പെക്റ്റീവ്. അതായത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലൊക്കെ അവയവദാനത്തിനെ പറ്റിയുള്ള കരിക്കുലം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബിക്കോസ് അതൊരു ലൈഫ് ലോങ് ലേണിംഗ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റൽ പെർസെപ്ഷൻ ഉണ്ട് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കരിക്കുലത്തിലൊക്കെ ആഡ് ചെയ്യണം എന്നാണ് ആസ് എ വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്തിരി മണി ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ. ബെഞ്ചമിൻ നെതന്യാഹു പുഷ് ഫോർ എ നോ സ്റ്റേറ്റ് സൊല്യൂഷൻ. ഈ ആർട്ടിക്കിൾസിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ UN പ്രഖ്യാപിച്ചിട്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലും പാലസ്തീനും ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കാലം മുന്നേ UN പ്രഖ്യാപിച്ചിട്ടുണ്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. അതായത് ഇസ്രായേലിനെ ഇസ്രായേലായിട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നു, പാലസ്തീനെ പാലസ്തീനായിട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നു. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻസ് പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് പാലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇവൻ തോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് വെസ്റ്റേൺ കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക പോലത്തെ ഒരുപാട് കൺട്രീസ് ഉണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കൺട്രീസ് പോലും പറയുകയാണ് ഓക്കെ നമ്മൾ ഈ 2 സ്റ്റേറ്റ് നാഷൻ തിയറി അംഗീകരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ പാലസ്തീനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, ഒരു രാജ്യമായിട്ട് ഞങ്ങൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇസ്രായേലിനാണ് ഇതുവരെ സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പീസ് കണ്ടീഷൻ, അതായത് സർട്ടൻ പീസ് കണ്ടീഷൻസ് ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പറയും നിങ്ങളെ സ്റ്റേറ്റ് ആയി ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങളുടെ ഇഷ്യൂസുകൾ ഞങ്ങൾ കേൾക്കാം. ഓക്കെ, ഓസ്ട്രേലിയ, കാനഡ ആൻഡ് അതേഴ്സ് ഹാവ് ബാക്ക്ഡ് റെക്കഗ്നേഷൻ അറ്റ് ദ UN. ഓൾറെഡി ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇസ്രായേലിനെ ഇസ്രായേലായിട്ടും കാണാം, പാലസ്തീനെ കാണാം. പാലസ്തീൻ അല്ലാതെ ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഒന്നല്ല, അത് സ്റ്റേറ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ ഗ്ലോബൽ നോർത്ത് ഗ്രോയിങ് വില്ലിംഗ്നെസ് ടു റെക്കഗ്നൈസ് പാലസ്തീൻസ് മാർക്ക് എ ഷിഫ്റ്റ് ബട്ട് ഫേസസ് പുഷ് ബാക്ക് ഫ്രം ഇസ്രായേൽ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഏരിയയിലുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ ഈ പാലസ്തീനെ കൂടെ റെക്കഗ്നൈസ് ചെയ്യാണ്. ഓക്കെ, പാലസ്തീൻ അംഗീകരിക്കുകയാണ്, പാലസ്തീൻ ഒരു സ്റ്റേറ്റ് അംഗീകരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വിദ്വേഷം ഉണ്ടാവുന്ന 2 വിഭാഗം എന്ന് വെച്ചാൽ ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ആണ്. അപ്പം അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യരുത്, പാലസ്തീനെ ഒരു റെക്കഗ്നൈസ് ചെയ്യരുത് എന്നുള്ള കണ്ടീഷൻസ് ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും മറ്റു രാജ്യങ്ങൾ അവിടുത്തെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് അവർ പറയുകയാണ് ഓക്കെ ഞങ്ങൾ പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കാം. ഇപ്പോൾ ട്രഡീഷണൽ സപ്പോർട്ട് ഫ്രം 2 സ്റ്റേറ്റ് ഫോർമുല ഓസ്ലോ അക്കോർഡ് 1993 1995 ഓസ്ലോ അക്കോർഡ്സ് പ്രകാരമാണ് നമുക്ക് UN ഈ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1995 ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വളരെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഓൾറെഡി അതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് യൂട്യൂബിൽ, അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. Okay, now seems unattainable with Israeli settlement expanding across occupied territories and Israeli leaders, especially Netanyahu, constantly opposing the Palestinian sovereignty.
അപ്പോൾ ട്രഡീഷണലി പല രാജ്യങ്ങളും ഇസ്രായേൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേല് അവര് പല സ്ഥലങ്ങളും പലസ്തീന്റെ പല സ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സെറ്റിൽമെന്റ്സുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റിൽമെന്റ്സ് കഴിഞ്ഞാൽ ആളുകൾ അവരെ താമസിപ്പിച്ച് ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് പാലസ്തീന് ഒരു സൊവേറിനിറ്റി കൊടുക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇന്ത്യ ആൻഡ് ഗ്ലോബൽ സൗത്ത് നേഷൻസ് ഹാഡ് റെക്കഗ്നൈസ്ഡ് പാലസ്തീൻ ഡിക്കേഡ്സ് അഗോ, അതായത് ഒരുപാട് വർഷം മുന്നേ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പറഞ്ഞ സമയത്ത് തന്നെ ഇന്ത്യയും ഗ്ലോബൽ സൗത്ത് നേഷൻസ്, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഒക്കെ ഓൾറെഡി പാലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ് ആണ്, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കണം ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ UN നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് വെസ്റ്റേൺ റെക്കഗ്നേഷൻ വാസ് ഓൾവേസ് കണ്ടിജന്റ് ആസ് എ നെഗോഷിയേറ്റഡ് ഫൈനൽ സെറ്റിൽമെന്റ്. അതായത് ബട്ട് വെസ്റ്റേൺ കൺട്രീസിന്റെ സപ്പോർട്ട് പലപ്പോഴും ഇസ്രായേലിനാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇസ്രായേലിന് മാത്രം സപ്പോർട്ട്, അതായത് പാലസ്തീൻ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വെസ്റ്റേൺ കൺട്രീസ്, പാലസ്തീനെ തള്ളി പറഞ്ഞിരിക്കുന്ന വെസ്റ്റേൺ കൺട്രീസ് പോലും പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള അലിഗേഷൻസ് ആണ്. ഒരുപാട് തരത്തിലുള്ള ജനോസൈഡ് അല്ലെങ്കിൽ കൂട്ടക്കൊലകളും അതുപോലെ തന്നെ വാർ ക്രൈംസുകളും പാലസ്തീനിൽ നടക്കുന്നുണ്ട്. ആരാധന നടത്തുന്നത്? ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഒരുപാട് വാർ ക്രൈംസുകൾ, അതായത് ഗ്ലോബലി അംഗീകരിക്കാൻ പറ്റാത്ത വാർ ക്രൈംസുകളാണ് ഇസ്രായേൽ പാലസ്തീനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്നിക് ക്ലീൻസിങ്, അതായത് ഒരു എത്നിക്കിനെ തന്നെ, ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വാർ ക്രൈംസുകൾ മുന്നോട്ട് വെക്കുക. അതുപോലെ തന്നെ പോസിബിൾ ആയുള്ള ജനോസൈഡ്, കൂട്ടക്കുരുതികൾ, ഇതാണ് ജനോസൈഡ് എന്ന് പറയുന്നത്. കൂട്ടക്കുരുതികൾ ഗാസയിൽ നടത്തുക. അതുപോലെ തന്നെ ഗ്ലോബൽ ദെൻ അവിടെ സ്റ്റാർവേഷൻ, പട്ടിണിക്ക് ഇടുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ വരുന്ന സമയത്ത് ഇതൊരിക്കലും ഒരു വാർ ക്രൈംസ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണെന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേലിനെതിരെ പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ. ഓക്കെ, ഇസ്രായേൽ ഒരിക്കലും ഒരു വാർ സിറ്റുവേഷൻ നിന്ന് മാറിയിട്ട് നോർമൽ ജനതയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാരണവശാലാണ് പലപ്പോഴും മറ്റ് രാജ്യങ്ങൾ, അതായത് ഇസ്രായേലിന് ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ പോലും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഓക്കെ, public protests, especially in Europe and US, reflect declining support for Israeli policies and increasing belief in Gaza faces humanitarian disaster. അതായത് ഓൾറെഡി യൂറോപ്പും US പല രാജ്യങ്ങളും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സപ്പോർട്ടൊക്കെ ഡിക്ലൈൻ ചെയ്യാണ്. എന്താണ് പറയുന്നത്? ഇസ്രായേലി പോളിസികൾ അത്രത്തോളം ഡേഞ്ചർ ആണ്. ബിക്കോസ് അവരെന്താ ചെയ്യുന്നത്? ഗാസയിൽ വളരെ വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ഡിസാസ്റ്റേഴ്സ് ആണ് ഇസ്രായേൽ കൊണ്ടുവരുന്നത്. അതായത് സ്റ്റാർവേഷൻസ്, ഫുഡ് കൊടുക്കുന്നില്ല, ഫുഡ് കൊടുക്കേണ്ട ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നു. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി അവർ എത്തിനിക്കിനെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ ക്ലീൻ ചെയ്ത് കളയാനാണ് പാലസ്തീൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെതന്യാഹുവിന്റെ ഒരു ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? നെതന്യാഹു ഓപ്പൺലി റിജക്ട്സ് ദ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. നെതന്യാഹു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഞങ്ങൾ അംഗീകരിക്കില്ല, പാലസ്തീന് വേണമെങ്കിൽ ഞങ്ങൾ അണ്ടർ നിന്നോട്ടെ. ഇൻസിസ്റ്റിംഗ് ദാറ്റ് പാലസ്തീൻ സ്റ്റേറ്റ് വുഡ് ത്രറ്റൻസ് ഇസ്രായേൽ സെക്യൂരിറ്റി. അതായത് അവർ പറഞ്ഞതിന് കാരണം പാലസ്തീൻ സ്റ്റേറ്റ് എപ്പോഴും ഇസ്രായേൽ സെക്യൂരിറ്റിനെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹമാസ് എന്ന് പറഞ്ഞിരിക്കുന്ന മിലിറ്ററി ഗ്രൂപ്പ് എപ്പോഴും ഞങ്ങളെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ പാലസ്തീൻ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യില്ല. വേണമെങ്കിൽ വോസ് ടു മെയിൻറ്റെയിൻ ഇസ്രായേലി കൺട്രോൾ ഓവർ ഓൾ ലാൻഡ് വെസ്റ്റ് ഓഫ് ജോർദൻ റിവർ ഇൻക്ലൂഡിംഗ് ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക്. അതായത് ഇസ്രായേലി കൺട്രോൾ എടുക്കാം, ഈ വെസ്റ്റേൺ ലാൻഡ് കംപ്ലീറ്റ്ലും അതുപോലെ തന്നെ ജോർദാൻ റിവറിന്റെ വെസ്റ്റേൺ എല്ലാ ഏരിയാസും, വെസ്റ്റ് ബാങ്കും ഗാസയും, ഇതൊക്കെയാണ് നിലവിലത്തെ പാലസ്തീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയാസ്. ഇതിന്റെയൊക്കെ കൺട്രോൾ ഞങ്ങൾ ഇസ്രായേൽ എടുക്കാം, എന്നിട്ട് ഞങ്ങൾ നോക്കിക്കോളാം, അല്ലാതെ പാലസ്തീൻ ഞങ്ങൾ അംഗീകരിക്കില്ല. ബിക്കോസ് പാലസ്തീനിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള നൽകുന്ന സെക്യൂരിറ്റി ത്രെറ്റുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ. അതുകൊണ്ടാണ് നെതന്യാഹു ഇതിനെ സമ്മതിക്കാത്തത്. This long-term strategy involves settlement expansion, undermining Oslo Accords and blocking Palestinian statehood, as evidenced by recent land seizure and legalization of new settlements. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് സെറ്റിൽമെന്റ് എക്സ്പാൻഷൻ ആണ്. അതായത് അവര് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ പാലസ്തീന്റെ ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഇവിടെ സെറ്റിൽമെന്റ്സ് കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ പാലസ്തീന്റെ ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓസ്ലോ അക്കോർഡ്, UN അംഗീകരിച്ച ഓസ്ലോ അക്കോർഡ് പ്രകാരം 2 സ്റ്റേറ്റ് നാഷൻ തിയറി ഉള്ളത്, അതിനെ അണ്ടർമൈൻ ചെയ്യണം. ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പാലസ്തീനിയൻ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പല സെറ്റിൽമെന്റുകളും അവർ കൈക്കലാക്കിയെടുത്ത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. Domestic challenges and criticism. Israeli Prime Minister faces international pressure and domestic dissent, including calls for ceasefire and early elections. Many accuse him for prolonging conflict for political survival. അതായത് പലപ്പോഴും ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ക്രിറ്റിസിസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സീസ് ഫയർ കൊണ്ടുവരിക, വെടിനിർത്തൽ കരാർ കൊണ്ടുവരിക, ഇനി ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് പാലസ്തീൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യമുള്ള എസെൻഷ്യൽസുകൾ നൽകുന്നതിന് വേണ്ടി നിങ്ങൾ സഹായിക്കുക. ഈവൻ ട്രഡീഷണൽ അലൈസ് ആയിട്ടുള്ള, അതായത് ഇസ്രായേലുമായിട്ട് ഒരുപാട് കാലം ബന്ധമുണ്ടായിരിക്കുന്ന UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ രാജ്യങ്ങളാണെങ്കിൽ പോലും
ആരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നെതന്യാഹുവിന്റെ ഈ ഒരു സ്റ്റാൻഡ് ഒരിക്കലും വേൾഡ് രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹ്യൂമാനിറ്റേറിയൻ ഡിസാസ്റ്റേഴ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ ഗാസ എന്താണ്? ദ ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ് ഹാവ് റിസൾട്ടഡ് ഇൻ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പാലസ്തീനിയൻ ഡെത്ത്സ്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനകത്ത് ഒരുപാട് പേര് പാലസ്തീനിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാസീവ് ആയിട്ടുള്ള സ്റ്റാർവേഷൻ, കൂട്ട പട്ടിണികൾ അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻസ്, ഏരിയാസ് ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിത്ത് UN വാർണിംഗ് എ കാറ്റാസ്ട്രോഫ് ഡ്യൂ ടു ബ്ലോക്കേഡ് ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻസ്. വളരെ വലിയൊരു കാറ്റാസ്ട്രോഫിക് ഇവന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഒപ്പീനിയൻ ഓവർവെൽമിലി സപ്പോർട്ട് എൻഡിങ് ദ കോൺഫ്ലിക്ട് ആൻഡ് അഡ്രസിംഗ് ദ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ. മോസ്റ്റ് അമേരിക്കൻ വോട്ടേഴ്സ് ബാക്ക് എ സീസ് ഫയർ. അതായത് ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും പറയുന്നത് നിങ്ങൾ ഈ കോൺഫ്ലിക്ട് എൻഡ് ചെയ്യൂ, നിങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യൂ, ഗാസയിൽ നടക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യൂ, ആ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ. ഇവൻ തോ അമേരിക്കയാണ് ഇസ്രായേലിന്റെ മെയിൻ സപ്പോർട്ടർ. അമേരിക്കയിലെ വോട്ടേഴ്സ് പോലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഫയർ, വെടി നിർത്തൽ കരാർ കൊണ്ടുവരാം. ഇത്രത്തോളം കഷ്ടപ്പാടിലേക്ക് ഗാസേനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഗ്ലോബൽ റാമിഫിക്കേഷൻ റെക്കഗ്നേഷൻ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? റീസെന്റ് മൂവ്സ് ബൈ ഓസ്ട്രേലിയ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓസ്ട്രേലിയ, UK, ഫ്രാൻസ്, കാനഡ ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോബൽ പുഷാണ് അഗെയിൻസ്റ്റ് പെർപെച്വൽ ഒക്യുപ്പേഷൻ മിലിറ്ററി സൊല്യൂഷൻസ്. അതായത് ആരുടെങ്കിലും ആലീസ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ സ്വന്തം ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഓപ്പോസിറ്റ് ആളുടെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. അതാണ് ഇവിടെ നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫേവറിംഗ് പീസ്ഫുൾ ടു സ്റ്റേറ്റ് നെഗോഷിയേഷൻ. അതായത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലീസ് ആയിട്ടുള്ള UK, ഫ്രാൻസ് പോലും കുറ്റം പറഞ്ഞുകൊണ്ടാണ് പാലസ്തീനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇസ്രായേൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അവിടെ വളരെ സ്റ്റാർവേഷൻസും കാര്യങ്ങളൊക്കെ ഇസ്രായേൽ, അതായത് ഒരു രീതിയിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകളും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ കുറക്കുന്നില്ല. Such recognition, however, remains mostly symbolic given the entrenched realities of military control settlements and lack of practical sovereignty. അപ്പം ഇത്തരം റെക്കഗ്നീഷൻസ് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഗ്ലോബൽ ഒപ്പീനിയൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഭാവിയിലാണെങ്കിൽ പോലും വാർ ക്രൈംസുകളോ അതിനുശേഷമുള്ള കൂട്ടക്കൊലകൾ, ജനോസൈഡ്സുകൾ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വാർ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാം, ബട്ട് അതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ബേസ് എക്സാമ്പിൾ ആണ് ഇവൻ ദോ ഫ്രണ്ട്സ് ആയിട്ടുള്ള UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ കുറ്റം പറഞ്ഞ് പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്തതിലൂടെ ഈ ഒരു ആർട്ടിക്കിൾസിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, വളരെ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസുകളാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ചിങ് ദ ജിയോ പൊളിറ്റിക്കൽ ഷാഫ്റ്റ് എന്നൊക്കെ പറയും. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യ റഷ്യ ബന്ധത്തിലേക്ക് പോകുന്നു, ഇന്ത്യ ചൈന ബന്ധത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സിൽ നോക്കാനുള്ള മെയിൻ ആർട്ടിക്കിൾസ്. സോ ന്യൂസ് ആർട്ടിക്കിൾസ് ഇവിടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദ ഡേ. ഗുഡ് ബൈ.